കോൺഗ്രസിലാകമാനം വലിയ രമ്യ ഹരിദാസ് അടക്കമുള്ള റോജി എം ജോണിനെ പോലെയുള്ള എല്ലാ ചെറുകിട നേതാക്കന്മാരും വൻകിട നേതാക്കന്മാരും എല്ലാം ഇരുപക്ഷത്തായി ഉറച്ച് നിൽക്കുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നത്. ഇത്തരം തർക്കങ്ങൾക്കിടയിൽ തന്നെ കോൺഗ്രസിൽ തന്നെ മന്ത്രിമാരാവാൻ വേണ്ടി ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഇപ്പോൾ തന്നെ വലിയൊരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഏതാണ്ട് 30ഓളം പേർ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ഇപ്പോൾ തന്നെ കോൺഗ്രസിൽ റെഡിയായി നിൽക്കുകയാണ്. കുപ്പായം തുന്നി റെഡിയാക്കി വെച്ചേക്കുവാണ്. പി ജെ ജോസഫിന്റെ പാർട്ടി കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാൻ വേണ്ടി തയ്യാറായെങ്കിൽ പോലും പരമ്പരാഗതമായി ഇടുക്കി അടക്കം അവരുടെയൊക്കെ ഏറ്റുമാനൂരടക്കം ഇവർ പിടിച്ചു മേടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഈ പി ജെ ജോസഫിന്റെ പാർട്ടിയോട് അത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചതെന്ന് പറഞ്ഞാൽ, നേരത്തെ സിബി പറഞ്ഞതുപോലെ ഒരു മൂന്നാമത്തെ ഏറ്റവും വലിയ കക്ഷിയൊക്കെ മാറും എന്നുള്ള പ്രതീക്ഷ കോൺഗ്രസ് ഇല്ലാത്തതുകൊണ്ടാണ്. രാജേട്ടാ നമസ്കാരം. രാജേട്ടാ, UDF അധികാരത്തിലെത്തുമെന്നുള്ളൊരു ഓവർ കോൺഫിഡൻസിൽ അല്ലെങ്കിൽ ഒരു അമിതമായ ഒരു ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ് ഉള്ളത് എന്നുള്ളൊരു വാസ്തവമാണ്. ഈ 4-ാം തീയതി പെട്ടി പൊട്ടിക്കുന്ന സമയത്ത് ഈ 55 സീറ്റിൽ തെങ്കിലുമാണ് UDF നിൽക്കുന്നതെങ്കിൽ അവർക്ക് പുതിയൊരു ക്യാപ്സ്യൂളൂടെ പറയാനുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും അവസാനത്തെ നിമിഷം ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു 1.79% വന്നിരിക്കുന്ന ഒരു ഡിഫറൻസ്. അതെന്തുകൊണ്ടാണ് അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഈ നടക്കുന്ന ചർച്ചകളൊക്കെ ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ ഒരു നീണ്ട എപ്പിസോഡായിട്ട് പല ചാനലുകളിൽ നമ്മുടെ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചർച്ചകളെല്ലാം എടുത്തു വെച്ചിട്ട് ഒരു ഹാസ്യ പരിപാടിയായിട്ട് അവതരിപ്പിക്കാനായിട്ട് സാധിക്കുന്നിരിക്കുന്നത് ഈ മെയ് 4-ാം തീയതി പെട്ടി പൊട്ടിക്കുന്ന സമയത്ത്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ നമ്മളെപ്പോഴും എടുക്കുന്നൊരു വിഷയമാണ്. ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ഉന്നതാധികാര സമിതി കൂടുകയും അല്ലെങ്കിൽ അവരുടെ തെരഞ്ഞെടുപ്പ് അവലോകനം നടത്താൻ വേണ്ടിയിട്ട് അവരുടെ ഒരു യോഗം കൂടുകയും ആ യോഗത്തിൽ എല്ലാ സ്ഥാനാർത്ഥികളും പങ്കെടുത്തിരുന്നു. 10 സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചിരുന്നത്. അപ്പോൾ 8 സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചിരുന്നത്. അതിൽ 8 സ്ഥാനാർത്ഥികളും പങ്കെടുത്തു. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും അവരുടെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് ഈ 6 സീറ്റുകളിൽ അവർ വിജയിച്ച് കയറുമെന്നാണ് പറയുന്നത്. 6 സീറ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് കടുത്തുരുത്തിയും തൊടുപുഴയും ചങ്ങനാശ്ശേരി, തിരുവല്ല, പിന്നെ നമ്മുടെ ഇരിങ്ങാലക്കുട, കോതമംഗലം, ഇടുക്കിയില്ല, കുട്ടനാട്, ഇങ്ങനെ 7 സീറ്റിൽ വിജയിച്ചു കയറുന്നത്. ഇടുക്കി കോൺഗ്രസ് ആണല്ലോ പ്രാവശ്യം മത്സരിച്ചേക്കുന്നത്. ഇടുക്കിയില്ല. അപ്പോൾ 7 സീറ്റുകളിൽ ഇവർ മത്സരിച്ച്, തൊടുപുഴ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇങ്ങനെ 7 സീറ്റുകളിൽ അവർ വിജയിക്കും എന്നുള്ളതാണ് അവരുടെ ഒരു വിലയിരുത്തൽ. ഈ 7 സീറ്റിൽ വിജയിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അവരുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മന്ത്രിസ്ഥാനം കിട്ടിയേ പറ്റൂ. കാരണം UDFയിലെ 3ാമത്തെ പ്രധാനപ്പെട്ട കക്ഷിയായിട്ട് മാറുകയാണ്. കാരണം മുസ്ലിം ലീഗിന് 22ഓളം സീറ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനാണ്. അപ്പോൾ 7 സീറ്റുള്ള കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിട്ട് 2 മന്ത്രിമാരുടെ ഒരു ആവശ്യം അവർ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. അതൊരു പക്ഷേ 2 ഒന്ന് ചീഫ് വിപ്പ് കൊടുത്താലും മതിയായിരിക്കും. അപ്പോൾ അത് കൂടാതെ തന്നെ അവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് ധനവകുപ്പാണ്. കാരണം ഇപ്പോൾ മുഖ്യമന്ത്രി ഇപ്പോൾ KC വേണുഗോപാലാണെന്ന് വരിക, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇപ്പം രമേശ് ചെന്നിത്തലയാണെന്ന് വരിക, ഒരു കാരണവശാലും ധനകാര്യം VD സതീശനെ ഏൽപ്പിക്കാൻ വേണ്ടി പറ്റത്തില്ല. കാരണം സാമുദായിക സമവാക്യം പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊരു ലക്ഷ്യം മുൻപിൽ കണ്ടുകൊണ്ടാവാം ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഈ ധനവകുപ്പ് തന്നെ തങ്ങൾക്ക് കിട്ടിയേ പറ്റൂ എന്നുള്ള ഒരു അവകാശവാദവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് ചർച്ച ചെയ്യുന്ന സമയത്തും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ചിരിയാണുള്ളത്. മെയ് 4-ാം തീയതി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണയുടെ എന്തെങ്കിലും ഒരു ധാരണ കിട്ടിയിട്ടാണോ ഇങ്ങനത്തെ ഡിമാൻഡുകളൊക്കെ ഇവർ വായുവിൽ വിട്ടുകൊണ്ടിരിക്കുന്നത് എന്നത് വലിയൊരു സംശയമായിട്ട് ഇവിടെ അവശേഷിക്കുമ്പോഴും ചോദിക്കുകയാണ്, എന്താണ് രാജേഷേട്ടന് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്? ഈ മധ്യകേരളത്തിൽ ഇത്തവണ ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമാണെന്നും അതുപോലെ തന്നെ പി ജെ ജോസഫിൻ്റെ പാർട്ടിക്ക് നേരത്തെ കഴിഞ്ഞ വർഷം 2 സീറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം തോറ്റുപോയതാണ്. കാരണം 2 കേരള കോൺഗ്രസ്സുകൾ തമ്മിൽ ഏറ്റുമുട്ടുകയും പല സ്ഥലങ്ങളിലും ഒരു കേരള കോൺഗ്രസ് വിജയിക്കുകയും ചെയ്തു. അത് കേരള കോൺഗ്രസ് M ആയിരുന്നു എന്നുള്ളതുകൊണ്ട് കേരള കോൺഗ്രസ് M കുറച്ചധികം സീറ്റ് കിട്ടി. ഇത്തവണ നേരെ തിരിച്ചായിരിക്കുമെന്നാണ് പി ജെ ജോസഫിൻ്റെ പാർട്ടി പറയുന്നത്. പി ജെ ജോസഫ് ഇത്തവണ മത്സരിക്കുന്നില്ല. പകരം അദ്ദേഹത്തിൻ്റെ മകനാണ് തൊടുപുഴയിൽ നിന്ന് മത്സരിച്ചത്, അപ്പു ജോസഫ്. അപ്പം ഇതിൽ തന്നെ പി ജെ ജോസഫിന് എന്തിനാണ് മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച് അദ്ദേഹത്തോട് മാറി നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത് എന്ന് ചോദിച്ചാൽ, തീർച്ചയായും ഒരു ഒറ്റ മന്ത്രിസ്ഥാനം ലഭിക്കുകയാണെങ്കിൽ, അത് UDF അധികാരത്തിൽ വരികയും ഒറ്റ മന്ത്രിസ്ഥാനം ലഭിക്കുകയാണെങ്കിൽ ആ മന്ത്രിസ്ഥാനം സീനിയർ മോസ്റ്റ് എന്നുള്ള രീതിയിൽ മോൻസ് ജോസഫിൻ്റെ കൈകളിലേക്ക് ഭദ്രമായി കൊണ്ടു നടക്കാനാണ് അദ്ദേഹം ഈ പി ജെ ജോസഫ് ഇത്തവണ മത്സരിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് വരാൻ കാരണം. പകരം മകൻ മത്സരിക്കട്ടെ എന്നുള്ള നിർദ്ദേശം വെച്ചത്
അദ്ദേഹത്തിന് ഒരു തരത്തിലും പിണക്കാതിരിക്കാൻ കൂടി വേണം. അപ്പോൾ വളരെ തന്ത്രപരമായ നീക്കമാണ് ഇത് മോൻസ് തുടക്കത്തൊട്ടേ നടത്തിയിരുന്നത്. സ്വാഭാവികമായിട്ടും പി ജെ ജോസഫിൻ്റെ മകൻ അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെടുകയും അദ്ദേഹം മന്ത്രിയാകാൻ തീരുമാനിക്കുകയും ചെയ്താൽ പോലും ഒറ്റ മന്ത്രിസ്ഥാനം മാത്രമേ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് തരാൻ സാധ്യതയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചാൽ തീർച്ചയായും അത് മോൻസ് ജോസഫിലേക്ക് വരും എന്നുള്ളതാണ് അതിലൊരു പ്രധാനപ്പെട്ട സംഭവം. കാരണം അപ്പു ഇതുവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല, അദ്ദേഹത്തിന് നേരത്തെ എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളതുകൊണ്ട്. പക്ഷേ നമ്മളിതിൽ കാണേണ്ടത് കൂടുതൽ പേർ ജയിച്ചു കയറിയാൽ സ്വാഭാവികമായിട്ടും എല്ലാവരും മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള വലിയ പോരാട്ടം നടക്കുന്നുണ്ട്. അതിലേറെ വലിയ പോരാട്ടമായിരിക്കും ഇതിൽ ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ ഉണ്ടാവാൻ പോകുന്നതെന്ന് നമ്മൾ കാണണം. കാരണം കഴിഞ്ഞ നാളുകളിലെല്ലാം പി ജെ ജോസഫ് ആയിരുന്നു കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്, അല്ലെങ്കിൽ ഏകപക്ഷീയമായി തീരുമാനം എടുക്കുന്നു, അത് നടപ്പിലാക്കുന്നു. ഇത്തവണ അതല്ല. പി ജെ ജോസഫിന് പകരം മോൻസാണ് ഇത്തവണ രംഗത്തുള്ളതെന്നും സഭാ നേതാവായിട്ട് അദ്ദേഹം വരുന്ന സമയത്ത് കേരള കോൺഗ്രസിൻ്റെ 5-6 MLA പോലും നേതാവായി വരുന്നത് മോൻസായിരിക്കും തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ആരായിരിക്കും മന്ത്രി എന്നുള്ള കാര്യത്തിലൊക്കെ വലിയ തർക്കം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തീർച്ചയായും അബു ജോസഫിന് വേണ്ടിയിട്ട് പി ജെ ജോസഫ് മന്ത്രിസ്ഥാനത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കും. ഒറ്റ മന്ത്രിസ്ഥാനമേ നൽകാൻ കഴിയൂ എന്ന് പറഞ്ഞാൽ പി ജെയും അതുപോലെ തന്നെ ഈ പാർട്ടിയുടെ വൈസ് ചെയർമാൻ എന്നുള്ള നിലയിൽ ഇദ്ദേഹവും തമ്മിൽ വലിയ രീതിയിൽ കടുത്തുരുത്തി MLA, ദീർഘകാലമായി കടുത്തുരുത്തിയിൽ നിന്ന് ജയിച്ചു വരുന്ന MLA എന്നുള്ള രീതിയിൽ മോൻസിന് വലിയ പ്രാധാന്യമുണ്ടെങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ അവർ തമ്മിൽ വലിയ അകൽച്ച ഉണ്ടാവാനുള്ള സാധ്യത നമ്മൾ ഒന്ന് കാണേണ്ടത്. പിന്നെ സിബി പറഞ്ഞു അവർക്ക് ചിലപ്പോൾ ക്യാബിനറ്റ് പദവിയുള്ള ചീഫ് വിപ്പ് പദവി കൊടുത്തേക്കാണ്. ഇപ്പം കേരള കോൺഗ്രസ് എമ്മിന് ഇടതുപക്ഷം കൊടുത്തതും അങ്ങനെ തന്നെയായിരുന്നു. ഒരു മന്ത്രിസ്ഥാനം കൂടി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ഒരു മന്ത്രിസ്ഥാനം നൽകാൻ പറ്റില്ലാത്തൊരു സാഹചര്യം വന്നപ്പോൾ എല്ലാ തരത്തിലും ഒരു മന്ത്രിയുടെ എല്ലാ തരത്തിലുള്ള ക്യാബിനറ്റ് റാങ്കോട് കൂടിയാണ് പ്രൊഫസർ ജയരാജനെ ചീഫ് വിപ്പ് ആക്കിയത്. പക്ഷേ ബഹുഭൂരിപക്ഷത്തിലൊക്കെ അധികാരത്തിൽ വരികയാണെങ്കിൽ കോൺഗ്രസ് തന്നെ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഭരിക്കാനൊക്കെ ഇല്ല, അല്ലെങ്കിൽ കോൺഗ്രസും ലീഗും ചേർന്ന് ഭരിക്കാൻ പറ്റുന്ന ഒരു ബഹുഭൂരിപക്ഷത്തിലാണ് വരുന്നതെങ്കിൽ ഒരുപക്ഷെ അത് അങ്ങനെ പരിഗണിക്കാൻ സാധ്യതയില്ല എന്നുകൂടി നമ്മൾ ഇതിൽ കാണണം. കാരണം കേരള കോൺഗ്രസ് നമ്മൾ ഈ പറയുന്ന പോലെ 6 സീറ്റിലൊക്കെ ജയിക്കുമെന്നൊക്കെ പറയുന്നത് അത് അവരുടെ ഒരു അമിതമായ ആത്മവിശ്വാസമാണ്. ചിലപ്പോൾ ഒരു 3 സീറ്റോ 4 സീറ്റോ ഒക്കെ നേടി വന്നേക്കാം എന്നല്ലാതെ അങ്ങനെ ഒരു 7 സീറ്റിലൊക്കെ ജയിക്കുന്ന ഒരു സാഹചര്യം ഒന്നും എന്തായാലും ഉണ്ടാവില്ല. വളരെ കുറവാണ്. കണക്കല്ലേ, അത് ആർക്ക് വേണമെങ്കിലും കൂട്ടാലോ, സ്വപ്നമല്ലേ, അത് ആർക്ക് വേണമെങ്കിലും കാണാമല്ലോ. അതാ പറഞ്ഞത് 4-ാം തീയതി രാവിലെ 6 മണി വരെയൊക്കെ ഈ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പ്രസക്തിയുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ നോക്കൂ, കോൺഗ്രസിൽ നടക്കുന്ന തമ്മിൽ തല്ല് എന്ന് പറയുന്നത് അതിരൂക്ഷമാണ്. ഇനിയും വോട്ടെണ്ണാൻ വേണ്ടി 10-17 ദിവസമുണ്ട്. 17 ദിവസം ശേഷിക്കുകയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ തല്ലാണ്. ഇപ്പോൾ CR മഹേഷ് MLA ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. അതായത് അമ്പഴങ്ങ പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ട് എന്നുള്ളൊരു പ്രയോഗത്തിൻ്റെ വേറൊരു പ്രയോഗമാണ് പുള്ളി നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് ഗ്രൂപ്പ് ഡാൻസ് നടക്കുന്നിടത്ത് ഒരാൾ ഒറ്റയ്ക്ക് വന്ന് സിംഗിൾ ഡാൻസ് കളിക്കുന്നത് ശരിയല്ല എന്നൊക്കെയാണ്. കാരണം കണ്ണൂരിലാണെങ്കിൽ സുധാകരൻ നടത്തിയ ഫേസ്ബുക്ക് പോസ്റ്റും അതിനോടനുബന്ധിച്ചുള്ള വലിയ വിഷയങ്ങളൊക്കെ രൂക്ഷമായ ചർച്ചകളിലേക്കൊക്കെ വഴിമാറുന്നു. ഡൽഹിയിലുള്ള KC വേണുഗോപാൽ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല എന്നുള്ള മട്ടിൽ ഇതൊക്കെ ആരാണ് ഇത് കൊണ്ടുവന്നത്, ഞാൻ അങ്ങനെ ആരോടൊന്നും പറഞ്ഞില്ല എന്നുള്ളത് നിൽക്കുന്നു. കോൺഗ്രസിൽ ആകമാനം വലിയ രമ്യ ഹരിദാസ് അടക്കമുള്ള റോജി എം ജോണിനെ പോലെയുള്ള എല്ലാ ചെറുകിട നേതാക്കന്മാരും വൻകിട നേതാക്കന്മാരും എല്ലാം ഇരുപക്ഷത്തായി ഉറച്ച് നിൽക്കുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നത്. അപ്പം ഇത്തരം തർക്കങ്ങൾക്കിടയിൽ തന്നെ കോൺഗ്രസിൽ തന്നെ മന്ത്രിമാരാവാൻ വേണ്ടി ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഇപ്പോൾ തന്നെ വലിയൊരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് അറിയേണ്ടത്. ഏതാണ്ട് 30ഓളം പേർ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ഇപ്പോൾ തന്നെ കോൺഗ്രസിൽ റെഡിയായി നിൽക്കുകയാണ്, കുപ്പായം തുന്നി റെഡിയാക്കി വെച്ചേക്കുവാണ്. അതിനിടയിലാണ് ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ CMB ഒരു സീറ്റ്, അതുപോലെ തന്നെ ഇപ്പം RSP ഉണ്ട്, RMB ഉണ്ട്, അങ്ങനെ കുറേ ചെറിയ കക്ഷികളുണ്ട്. അപ്പം അവർക്കൊക്കെ ഓരോ മന്ത്രിസ്ഥാനം കൊടുക്കണം. ചിലപ്പോൾ ഇപ്പം കാപ്പനടക്കം ക്യൂവിലാണ് മന്ത്രിയാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പി ജെ ജോസഫിൻ്റെ പാർട്ടിക്ക് എത്രത്തോളം പരിഗണന കിട്ടും എന്നതിനെ കുറിച്ചിട്ട് സംശയമാണ്. പിന്നെ മാത്രമല്ല, പി ജെ ജോസഫിൻ്റെ പാർട്ടി കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാൻ വേണ്ടി തയ്യാറായെങ്കിൽ പോലും പരമ്പരാഗതമായി ഇടുക്കി അടക്കം അവരുടെയൊക്കെ ഏറ്റുമാനൂരടക്കം ഇവർ പിടിച്ചു മേടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പം സീറ്റുകൾ അധികം നൽകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്ത് സംഭവിക്കും മുന്നണിയിൽ എന്നുള്ളൊരു സംശയം പോലും ഇടക്കാലത്തുണ്ടായി എന്നുള്ളതാണ്. ആ സമയത്താണ് അവസാന കാലഘട്ടത്തിൽ. അപ്പോൾ ഗത്യന്തരമില്ലാത്തതാണ്
പിന്നെ കോൺഗ്രസ് ആവശ്യപ്പെട്ട സീറ്റുകളൊക്കെ കോൺഗ്രസ് വളരെ വലിയ രീതിയിൽ ഈ ജോസഫ് ഗ്രൂപ്പിനെ അവഗണിച്ചിരുന്നു. അവഗണിച്ചു. ഉഭയകക്ഷി ചർച്ചയ്ക്ക് പോലും വിളിച്ചില്ല എന്നാണ് നമ്മൾ അതപ്പോൾ എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചത്? അത് അവിടത്തേക്ക് ഞാൻ വരുന്നത്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഈ പി ജെ ജോസഫിന്റെ പാർട്ടിയോട് അത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചതെന്ന് പറഞ്ഞാൽ, നേരത്തെ പിന്നെ സിബി പറഞ്ഞതുപോലെ ഒരു മൂന്നാമത്തെ ഏറ്റവും വലിയ കക്ഷിയൊക്കെ മാറും എന്നുള്ള പ്രതീക്ഷ കോൺഗ്രസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ സീറ്റ് ലഭിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് മാത്രമാണ് അവർ ഇത്തവണ ആലോചിച്ചിരുന്നത്. അത്തരത്തിലാണ് ഘടകകക്ഷികൾ എല്ലാ ആളുകളുമായിട്ട് സംസാരിച്ചിരുന്നത്. അതിൽ തർക്കമില്ലാതിരുന്നത് ലീഗായിട്ട് മാത്രമാണ്. കാരണം ലീഗിന് കിട്ടുന്ന സീറ്റുകൾ കൂടിയാണ് UDFന്റെ ശക്തി എന്നറിഞ്ഞുകൊണ്ടാണ്. പക്ഷേ മധ്യകേരളത്തിൽ കോൺഗ്രസ് തന്നെ കൂടുതൽ കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുന്നതായിരിക്കും വിജയസാധ്യത വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു കൃത്യമായ സുനിൽ കലകോരു സിദ്ധാന്തത്തിന്റെ പേരിലാണ് ഈ സീറ്റുകളൊക്കെ പിടിച്ചെടുക്കാനുള്ള കാരണം. പിന്നെ മാത്രമല്ല, പി ജെ ജോസഫ് മത്സരിക്കാനില്ല എന്ന് പറയുമ്പോൾ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ പ്രസക്തി പോലും നഷ്ടപ്പെടുന്നത് നമ്മൾ കാണണം. ഇപ്പൊ കടുത്തുരുത്തി എന്നുള്ള ഒറ്റൊരു സ്ഥിരം മണ്ഡലം മാത്രമാണ് ഇപ്പോൾ കേരള കോൺഗ്രസിന് എടുത്തു പറയാവുന്നത്. ഉറപ്പിച്ച് പറയാവുന്ന ഒറ്റ സീറ്റ് മാത്രമേ ഉള്ളൂ ഇത്തവണ, അത് കടുത്തുരുത്തി മാത്രമാണ്. അപ്പോൾ കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫ് ജയിക്കുക എന്നതിനപ്പുറത്തെ കടുത്തുരുത്തിക്ക് അപ്പുറത്തേക്ക് ഒരു നേതാവും അല്ല എന്നുള്ളതാണ് മോൻസിന്റെ മറ്റൊരു പ്രത്യേകത. മോൻസ് ശരിക്ക് മാണി സാറ് പാലായിൽ ഉണ്ടായിരുന്ന ആധിപത്യം പോലെ, അല്ലെങ്കിൽ പി ജെ ജോസഫ് സാറിന് തൊടുപുഴയിൽ ഉണ്ടായിരുന്ന ആധിപത്യം പോലെ മോൻസ് ജോസഫ് കടുത്തുരു സ്വന്തം മണ്ഡലമായി ഇങ്ങനെ കൊണ്ടുപോകുന്നല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ഒരു നേതൃപദവിയിലേക്കൊന്നും വരാനോ അല്ലെങ്കിൽ അങ്ങനെ ഇല്ല എന്നുള്ളതാണ് മോൻസിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് മോൻസിന് ഇത്തവണ സിബി പറഞ്ഞതുപോലെ ഇനി മന്ത്രിസഭയിൽ വലിയ രീതിയിൽ വന്നാൽ പോലും ഒരു ധനവകുപ്പൊന്നും കൊണ്ടു നടക്കാനുള്ള ഒരു ശക്തി ഉണ്ട് നമുക്ക് തോന്നുന്നില്ല. നേരത്തെ അദ്ദേഹം കുറച്ചു കാലം മന്ത്രിയായിട്ടുണ്ട്. അത് ഒഴിച്ചു നിർത്തിയ കാലം അദ്ദേഹം അങ്ങനെ ഒരു പ്രൂവ് ചെയ്ത ഒരു നേതാവും അല്ല എന്നുള്ളത് മനസ്സിലാക്കണം. അത് ദീർഘകാലമായി അദ്ദേഹം MLA ആയിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് ഒരു സംസ്ഥാന തലത്തിൽ, എന്തിനേറെ കോട്ടയം ജില്ലയിൽ തന്നെ പൂർണ്ണമായ അംഗീകാരം ഇല്ലാത്തൊരു നേതാവാണെന്ന് നമ്മൾ ഇതിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിനൊന്നും ഒരിക്കലും ഒരു ധനവകുപ്പൊന്നും കൊണ്ടു നടക്കുക. ഇപ്പോൾ മാണിസാറ് പണ്ട് ധനവകുപ്പ് കൊണ്ടു നടന്നു എന്നുള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഈ അതിൻ്റെ ഒരു പാറ്റേൺ പിടിച്ചാണ് ധനവകുപ്പൊക്കെ ചോദിക്കാനുള്ള സാധ്യത. അതുകൊണ്ട് അത്തരത്തിലുള്ള സാധ്യത ഇല്ല എന്ന് മാത്രമല്ല, അങ്ങനെ ചോദിച്ചാലൊന്നും കോൺഗ്രസിന് ഒന്നും കിട്ടില്ല. കോൺഗ്രസിന് നല്ല ഭൂരിപക്ഷത്തോട് അധികാരം വന്നാൽ ഒരു ഒറ്റ മന്ത്രിസ്ഥാനം കൊടുക്കും, അതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാവില്ല എന്നും കൂടി കാണേണ്ടതുണ്ട്.